കഴിഞ്ഞ ദിവസം ഒരു ചിത്രം കണ്ടു. ആ ചിത്രത്തിൽ ഒരറ്റത്ത് നമ്മുടെ RMPയുടെ നേതാവ് KK രമയും മറുവശത്ത് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സഖാവും ഇരിക്കുന്നതാണ്. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരുന്ന് രമ പിണറായി സഖാവിനെ നോക്കുന്ന ചിത്രം വെച്ച് ഒരുപാട് ആളുകൾ കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ നീതിയെക്കുറിച്ച് പറയുകയുണ്ടായി. ശരിയായിരിക്കാം, ഒരുപക്ഷെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു പുരുഷൻ്റെ വിധവ അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ ഭാര്യ വളരെ കാർക്കശ്യത്തോടെ നിലപാടുകളുടെ പിൻബലത്തോടെ അതേ ചുവപ്പ് കോട്ടയിൽ നിന്ന് തുടർച്ചയായി ജയിച്ച് അസംബ്ലിയിലേക്കെത്തിയ ആ വിജയം ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. TP എന്ന ഒരു മനുഷ്യനെ 51-52 വെട്ടുവെട്ടി കൊലപ്പെടുത്തി അതിൻ്റെ പിന്നിലുള്ള പ്രതിയാക്കപ്പെട്ട ആളുകളെപ്പോലും ന്യായീകരിച്ചും സംരക്ഷിച്ചുമൊക്കെ നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാടുകളോടൊപ്പം സഞ്ചരിച്ച ഒരു പാർട്ടിയെ വെല്ലുവിളിച്ച് ജനപ്രതിനിധിയായി തുടർച്ചയായി വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് പ്രതിയെ പിടിക്കുന്നതിന് അന്ന് ധീരമായി നേതൃത്വം നൽകിയ ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ഇപ്പോഴത്തെ സ്പീക്കർ. അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട പേരുകളിലൊന്നാണ് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന അന്നത്തെ ACPയോ മറ്റോ ഇപ്പോഴത്തെ IPS ഉദ്യോഗസ്ഥൻ. ഈ പേരുകളൊക്കെയും വീണ്ടും അന്തരീക്ഷത്തിൽ നിറയുന്ന ഒരവസ്ഥയിലാണ് ഇതുപോലത്തെ ഒരു ചിത്രം പുറത്തു വന്നത്. ഞാനത് പറയാൻ മാത്രമല്ല ഉദ്ദേശിച്ചത്. സത്യത്തിൽ ഈ ഗവൺമെൻറ്റിൽ ഒരു മന്ത്രിസ്ഥാനം നൽകാൻ അനിവാര്യയായ ആളായിരുന്നു KK രമ എന്ന സ്ത്രീ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അനൂപ് ജേക്കബ് സാറിനെ മന്ത്രിയാക്കി. അദ്ദേഹം ഒരു സീറ്റിൽ മത്സരിക്കും, ആ സീറ്റിൽ ജയിക്കും. ആ പരാജയപ്പെട്ട ശേഷം, അതായത് ഗവൺമെൻറ് ഇല്ലാതായ ശേഷം പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തെ പിടിച്ചു കുലുക്കുന്ന പ്രസ്താവനകളിലോ അല്ലെങ്കിൽ UDF സംവിധാനത്തിന് ഉതകുന്ന രീതിയിലുള്ള സംഗതികളിലോ ഒന്നും അദ്ദേഹത്തെ അങ്ങനെ കാണാറില്ല. ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ എനിക്കിഷ്ടമാണ്. വിവാദങ്ങളില്ലാത്ത ഒരു മന്ത്രിപുത്രനാണ് അദ്ദേഹം. വളരെ ശാന്തമായ അദ്ദേഹത്തിൻ്റെ മണ്ഡലം നോക്കിക്കൊണ്ടു വന്നു. പക്ഷേ ഒരു മുന്നണി എന്ന നിലയിലോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലോ ഒരു കാരണവശാലും ഈ പറഞ്ഞതുപോലെ ഒരു അവസരവും ഉപയോഗിക്കാത്ത ഒരാൾ കൂടിയാണ് അദ്ദേഹം. എന്നാൽ KK രമ അങ്ങനെയല്ല. അവരുടെ ഭർത്താവിൻ്റെ മരണം ആ മേഖലയിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ വഴിതെളിച്ചു. അവരുടെ ഒരു സ്റ്റാൻഡ് അതുപോലെ തന്നെ നിന്നു എന്ന് മാത്രമല്ല, അവർ സഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അവർ പൊതുവിടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ, അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഒക്കെയും UDF മുന്നണിക്ക് ആകെ ഗുണകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് അവർക്കൊരു മന്ത്രിസ്ഥാനം നൽകേണ്ടിയിരുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. കുറഞ്ഞ ടേമിലേക്കെങ്കിലും ആണെങ്കിലും ഒരു മുൻ മന്ത്രി എന്ന സ്റ്റാറ്റസിന് അവർ എല്ലാ കാലത്തും അർഹയാം വിധം UDF പരിഗണിക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രമേൽ ത്യാഗപൂർണമായി അത്രമേൽ പ്രതിസന്ധിയിലൂടെയാണ് ആ സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ നിലയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരു തവണ ജയിച്ച് പിന്നെ പുറത്തറിയാതെ ആ മണ്ഡലം മാത്രം നോക്കി നടക്കുന്നവരുടെ കാലത്ത് പ്രസ്താവനകളിലും നിലപാടുകളിലും ഉറച്ച ശബ്ദമായി മാറുന്ന അവരെ അവഗണിച്ചത് അത്ര ശരിയായ ഒന്നായി എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞു എന്ന് മാത്രം. എന്ന് പറയുമ്പോൾ അവരെ ഇതുവരെ കാണുകയോ അവരോട് നേരിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. പക്ഷേ ഒരു നിലപാടിൻ്റെ പേരിൽ അവരെ അംഗീകരിക്കേണ്ടതായിരുന്നു എന്ന ഉറച്ച അഭിപ്രായമാണ് എനിക്കുള്ളത്.